അതുപോലെ ചെറുപറ ട്രിപ്പ് വരുന്നുണ്ട് കേട്ടോ. 18 കിലോമീറ്ററിന് 600 രൂപ. ഇൻട്രസ്റ്റിംഗ് ട്രിപ്പ് വന്നിട്ടുണ്ട് അടുത്തത്. 13 കിലോമീറ്റർ 400. എൻ്റെ പൊന്നെ ഗൈസ്, ഒടുക്കലത്തെ ബ്ലോക്കാണ് കേട്ടോ. 13 കിലോമീറ്റർ ഈ ഒരു എമൗണ്ട് കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ചെറുപറ ട്രിപ്പാണ്, ആവശ്യമുള്ള സമയത്ത് ട്രിപ്പും വരില്ല. അപ്പം അങ്ങനെ നമ്മൾ രാവിലെ പാസഞ്ചറെ കൊണ്ടിട്ടിട്ട് വന്നപ്പോഴത്തേക്കും നല്ല കിടിലം പോലത്തെ ഒരു ലേക്ക് ഉണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ നമ്മൾ നൈസായിട്ട് നിർത്തിയത്. അതെ, ഇതാണ് ലേക്ക്. വെൽക്കം ബാക്ക് ഗൈസ്. അപ്പം നമ്മൾ കുറേ നാളോടുകൂടി ഒരു വ്ളോഗുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസം ഗൈസ് വ്ളോഗ് എടുത്തിട്ട് എന്ന് നമ്മൾ വ്ളോഗ് എടുക്കണമെന്ന് വെക്കുന്നതാണ്. പക്ഷേങ്കിൽ നമുക്ക് ഫുള്ള് ഹാപ്പി ആയിട്ട് ചില്ലായിട്ടിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് വ്ളോഗ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ എല്ലാ ദിവസവും വ്ളോഗ് ഇടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് 2 ദിവസമൊക്കെ കൂടുമ്പോൾ. പക്ഷേങ്കിൽ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കൊരു ഒരു ഒരു അപ്സെറ്റ് ആയിരിക്കും. അപ്പം വ്ളോഗ് എടുക്കാൻ ഒരു മൂഡ് ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് എന്താണെങ്കിലും ഇന്ന് നമ്മൾ ചില്ലാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്ളോഗ് അങ്ങോട്ട് പിടയ്ക്കാൻ ഓർത്തു. ഇപ്പോൾ സമയം ഏകദേശം അന്നേരം ട്രിപ്പ് വരുന്നു. എവിടേക്കാന്ന് നോക്കട്ടെ. ഹുഡി വേണ്ട, പോട്ടെ. വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ട്രിപ്പ് ഒന്ന് നമ്മൾ എന്തിനെടുക്കണം. ഓഫ്ലൈൻ ഇട്ട് വെച്ചേക്കാം പുല്ല്, അല്ലെങ്കിൽ അത് അടിച്ചുകൊണ്ടിരിക്കും. ഗെയ്സ്, അപ്പം നമുക്ക് ക്യാരമിൽ പുതിയ റെൻറ്റിൻ്റെ സ്കീം വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് കുറേ ആൾക്കാർക്ക്, പുതിയ റെൻ്റല്ല, കുറേ നാളായി റെൻറ്റ് വന്നിട്ട്. അപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ റെൻറ്റിൻ്റെ സ്കീമും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ അത് നമ്മളിന്ന് കാണിച്ചു തരാം ഗെയ്സ്. അപ്പം നിങ്ങൾക്ക് ഞാൻ ആ ക്യാരമിൽ റെൻറ്റിൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ നിങ്ങളോടുന്ന ഫ്ലീറ്റിൽ റെൻ്റ് എത്രയാണ് വരുന്നതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഇതാണോ അവസ്ഥ, പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥയെന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിപ്പം എന്താണെങ്കിലും ഈ ഫോണിലാണ് ഗെയ്സ്. ഇതിൽ ഞാൻ ഫ്ലാഷ് അടിച്ച് വെച്ചേക്കൊണ്ട് രാത്രിയിലായത് കാരണം ഒരു വെട്ടമില്ലല്ലോ. ഇപ്പം മുഖത്തോട്ട് അടിക്കുമ്പോൾ ഗെയ്സ് വെളുത്തിട്ട് പാറുതല്ലേ. ഇങ്ങനെ വെട്ടമടിക്കുമ്പോൾ നല്ല സായിപ്പും കുഞ്ഞിനെ പോലെ ഉണ്ടല്ലേ. നോക്കുമ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി വണ്ടിക്കകത്ത് നമുക്ക് മറ്റേ പെണ്ണുങ്ങളൊക്കെ റീൽസ് എടുക്കുമ്പോൾ ഒരു വട്ടത്തിൽ ലൈറ്റ് അതും മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ കലക്കുമായിരിക്കും. അപ്പം എന്തുകൊണ്ടാണ് ഗൈസ് ഒടുക്കലത്തെ ബ്രൈറ്റ്നസ് കുറച്ച് കുറയ്ക്കട്ടെ, എന്നാലേ അതിൻ്റെ അകത്ത് കിട്ടുള്ളൂ. ഗൈസ് ഇതാണ് നമ്മുടെ റെൻറ്റും കാര്യങ്ങളൊക്കെ. അതിൻ്റെ അകത്ത് കാണുമ്പോൾ തിരിഞ്ഞായിരിക്കും ഗൈസ് കാണിക്കുന്നത്. ഞാൻ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഗൈസ് എവിടെ ഗൈസ്, ഇതാണ് നമ്മുടെ റെൻറ്റും കാര്യങ്ങളൊക്കെ. ഇത് സംഭവം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തിൽ കൂടെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല കാണാൻ പറ്റുമെന്ന്. ഇത് തലതിരിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഈ സൈഡിൽ അത് സംഭവം ഫിറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത് 125 ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ 250 രൂപ റെൻറ്റ് വരും. 125 ട്രിപ്പ് എടുത്ത 250, പിന്നെ 110-ന് 360 രൂപ, പിന്നെ 95 വീക്കിലി ആട്ടോ. 95 ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ 500 രൂപ, 95 ട്രിപ്പിന് മുകളിലാണെങ്കിൽ. പിന്നെ 80 ട്രിപ്പാണെങ്കിൽ 670 രൂപ, പിന്നെ 65 ട്രിപ്പാണെങ്കിൽ 775 രൂപ, പിന്നെ 65 ട്രിപ്പിൽ താഴെയാണെങ്കിൽ 950 രൂപ. റെൻ്റ് അത്യാവശ്യം കത്തിയാണ് ഗീസ്. ഇപ്പം ഇതിലും കുറച്ച് കൊടുക്കുന്ന ഫ്ലീറ്റുകൾ ഒരുപാടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക ഗീസ്. അപ്പം ഇതിൻ്റെ റെൻറ്റിൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പം നമുക്ക് എന്താണെങ്കിലും അത്രയ്ക്കായിരുന്നു ഗീസ്. അപ്പം നമുക്കിനി എന്താണെങ്കിലും ഓടാൻ നോക്കാം. ഇതിപ്പം ഫ്ലാഷ് കത്തിച്ച് വെച്ചാലും നടപടി. ഇതിപ്പോൾ ഫ്ലാഷ് കെടുത്തി കഴിഞ്ഞതുണ്ടോ നിങ്ങൾക്ക് കാണൂല. ഫ്ലാഷ് കത്തിച്ച് കഴിഞ്ഞാൽ നല്ല വട്ടമില്ലേ. ഇത് മാറ്റിയിട്ട് നമുക്ക് പെണ്ണുങ്ങൾ റീൽസ് എടുക്കുമ്പോൾ ഒരു വട്ടത്തിലെ സാധനമില്ല, ജിമിട്ട സാധനം, അത് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മിക്കവാറും തിളങ്ങും ഗീസ്. അത് മേടിക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. നമ്മളതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഹെഡ് റെസ്റ്റൊക്കെ വെച്ച് കേട്ടാ, അതൊക്കെ ജാക്സൻ്റെ കയ്യിൽ നിന്ന് തൂക്കിയതാണ്. അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെന്താ വേണ്ടേ. അപ്പോൾ ഇന്ന് ഇച്ചിരി ഓട്ടം കുറവാന്ന് തോന്നുന്നു. ഇപ്പം ഇതുവരെ ഊബർ ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്. നമ്മൾ ഫസ്റ്റ് വന്നിട്ടൊന്ന് എടുത്ത് നോക്കി. ഇപ്പം അത്യാവശ്യം രാത്രിയിൽ എയർപോർട്ട് പോകുന്നതാണ് എൻ്റെ മെയിൻ പരിപാടി. രാത്രിയിൽ എയർപോർട്ടിൽ പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണി കഴിഞ്ഞാൽ പിന്നെ തേപ്പ ഗൈസ്. രാത്രിയിൽ ഒരു 11 മണി കഴിഞ്ഞ് 2 മണി വരെ ഒടുക്കലത്തെ ഫെയർ. നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഊബറിൻ്റെ ആപ്പ് എടുത്തിട്ട് ഞാൻ മാരിഗോൾഡിലേക്ക് ലൊക്കേഷൻ ഇട്ടിട്ട്, ഊബറിൻ്റെ പാസഞ്ചർ ആപ്പില്ലേ അതെടുത്തിട്ട് മാരിഗോൾഡിലേക്ക് ലൊക്കേഷൻ ഇടുമ്പോൾ നോർമൽ സമയത്ത് സാധാരണ രാവിലെയൊക്കെ ആണെങ്കിൽ അതിൽ 800 രൂപ 850 രൂപ കാണിക്കൽ, അല്ലെങ്കിൽ ചിലപ്പോൾ 750 രൂപ 800 രൂപ 850 രൂപ ആ റേഞ്ച്. ഇത് രാത്രിയിൽ ഒരു 12 മണി കഴിഞ്ഞ് 2 മണി വരെ ആകുമ്പോഴത്തേക്കും 1200 രൂപ ആയിരിക്കും. ഏകദേശം 400 രൂപ അടുപ്പിച്ച് വ്യത്യാസം. അതെല്ലാ സൈഡിലേക്കും ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പം രാത്രി 2 മണി 2:30 മുമ്പായിട്ട് എല്ലാവരും എയർപോർട്ട് ട്രിപ്പ് ഇട്ടുവാണെങ്കിൽ മാക്സിമം എടുത്തു പോവുക. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ച് ശോകമായിരിക്കും. പിന്നെ രാവിലെ എയർപോർട്ട് എടുക്കുമ്പോൾ ഒരു 4:30 കഴിഞ്ഞാൽ പിന്നെ പെട്ട് കേസ്. 4:30 കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ട്രിപ്പ് കിട്ടുമ്പോഴത്തേക്ക് ഒരു 6 മണി കഴിഞ്ഞ് നേരം വെളുത്തിട്ടുണ്ടാവും. ഒരു 4:30 5 മണി കഴിഞ്ഞിട്ട് നമ്മൾ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പണി പാളും. അവിടെ ഭയങ്കര 250 വണ്ടിയും കാണും. 250 വണ്ടി കഴിഞ്ഞിട്ട് നമ്മൾ ടെർമിനലിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ടെർമിനലിൽ നമ്മൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അത് ശോകമാണ്. അപ്പോൾ അത് കാരണം ഇപ്പം ഞാൻ മിക്കപ്പോഴും രാവിലെ നേരം ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എയർപോർട്ടിൽ പാസഞ്ചറെ വിട്ടിട്ട് തിരിച്ച് നേരെ കാലിക്ക് ഇങ്ങ് പോരും. കാലിക്ക് വരുന്ന വഴിക്ക് തന്നെ പകുതിക്കുന്ന് നമുക്ക് വൈറ്റ് ഫീൽഡിന് ട്രിപ്പ് കിട്ടലുണ്ട് 400ൻ്റെ ഒക്കെ.
അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 600-700 ട്രിപ്പും കിട്ടും. അതിൻ്റെ അകത്ത് ടോളും കട്ടായി എയർപോർട്ട് ഫീയും പോയിട്ട് പിന്നെ അതിനേക്കാളും ഭേദം തിരിച്ച് എം ഡിക്ക് വരുന്നത്. അതാകുമ്പോൾ വൈറ്റ് ഫീൽഡിനോ അല്ലെങ്കിൽ SMBTക്കോ ഒക്കെ നമുക്ക് ട്രിപ്പ് കിട്ടും. അതാണ് ഭേദം. അപ്പം എല്ലാവരും അത് ചെയ്യുക. ഞാനിപ്പം എയർപോർട്ടിൽ നിന്ന് അടുത്ത ട്രിപ്പ് വരുന്നു. അപ്പോൾ എന്താണെങ്കിലും ട്രിപ്പ് വരുന്നുണ്ട് ഗേസ്. ഞാൻ എടുത്തിട്ട് പടയ്ക്കട്ടെ. ഓക്കെ ഗേസ്, അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ട്രിപ്പ് അവിടെ നിന്ന് എടുത്തിട്ട് നമ്മളിപ്പോൾ നമ്മുടെ എയർപോർട്ട് ടെർമിനൽ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ടെർമിനൽ വണ്ടി കൊണ്ടുവന്ന് പാസഞ്ചറെ വിട്ട് ഇനിയിപ്പോൾ നമുക്കിവിടെ കാണിക്കുന്നത് 270 വണ്ടിയാണ് ഗേസ്. ഇത് വളരെ കൂടുതലാണ്. 270 വണ്ടി എന്ന് പറയുമ്പോൾ കുറേ ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ഇനി സിറ്റിയിലോട്ട് കാലിടിക്കലാണ്. സാധാരണ ഇത്രയും വണ്ടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് മൂവ് ആകുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. നമുക്ക് എന്താ അവസ്ഥ, ഫ്ലൈറ്റൊക്കെ കുറേ ഇറങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് ആപ്പിൽ കയറി ചെക്ക് ചെയ്യാം. എന്നിട്ട് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സിറ്റിയിൽ പോയിട്ട് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ എന്താണെങ്കിലും സിറ്റിയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ച് ചില്ലായിട്ട് നിൽക്കട്ടെ. ഇപ്പോൾ നമ്മൾ ടെർമിനൽ വണ്ണീൻ്റെ അവസ്ഥ ഇതാ കേട്ടോ. കുഴപ്പമില്ല, രസമുണ്ട്. വാഗണറിലൊക്കെ ആരോ വന്നിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ടെർമിനൽ 1 ഇവിടെ നമ്മൾ നേരെ ഇവിടെ ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റാണ് കേട്ടോ. നമ്മൾ ആവശ്യമില്ലാതെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ പണി വാളും. ഇവിടെ ഇപ്പോൾ ഈ ടാക്സി വണ്ടി ബാൻ ചെയ്തിട്ടുണ്ട്. എന്താക്കാം, ഇതില്ലാതെ പാസഞ്ചർ ഇല്ലാതെ ഇതിൻ്റെ അകത്തോട്ടുള്ള എൻട്രി ഒക്കെ ഇവർ ഒഴിവാക്കിയിട്ടുണ്ട്. നേരത്തെ ഇപ്പോൾ അല്ല, സ്ട്രിക്റ്റാണ്. ഇവിടുന്ന് പിന്നെ ഇവിടുന്നൊക്കെ അല്ലാതെ വന്നിട്ട് നമ്മൾ പാസഞ്ചർ എടുത്തു കഴിഞ്ഞാൽ 100 രൂപ ഫൈൻ അടിച്ചു തരും. അല്ല, 500 രൂപ ചോദിക്കും, 100 കൊടുത്താൽ മതി, അതൊക്കെ അത്രേ ഉള്ളൂ. നമുക്കിവിടെ നിന്ന് നിർത്തിയിട്ട് പാസഞ്ചറെ എടുക്കാൻ പറ്റില്ല. ഇപ്പം നമുക്ക് പാസഞ്ചറെ എടുക്കുകയാണെങ്കിൽ പാർക്കിംഗ് 4 പോകണം. അല്ലാതെ നമ്മുടെ പ്രൈവറ്റ് വണ്ടിയാണെങ്കിൽ ഈ കോമൺ ആയിട്ടുള്ള പിക്കപ്പ് പോയിൻ്റ് ഉണ്ടല്ലോ. എല്ലാവരും നമ്മളിപ്പോൾ എയർപോർട്ടിലൊക്കെ ഫ്രണ്ട്സൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് വന്നിട്ട് അവരെ എടുക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് ഊബറിൻ്റെ സ്പെസിഫിക് പിക്കപ്പ് പോയിൻ്റ് ഉണ്ട്. അതല്ലാതെ വേണമെങ്കിൽ നമുക്ക് പണി വാളും കേസ്. അതല്ലാതെ നമുക്ക് പാർക്കിംഗ് 4 അവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം. പാർക്കിംഗ് 4 ഇതാണ്. പാർക്കിംഗ് 4 ഇതിൻ്റെ അടിയിൽ കൂടെ നടന്നു വരണമെങ്കിൽ അടിയിൽ കൂടെ ബ്രിഡ്ജ് കയറി അത് എന്നൊക്കെ പറഞ്ഞ് നടന്നു വരണമെങ്കിൽ ഏകദേശം 1 കിലോമീറ്റർ അടുത്തുണ്ട്. അപ്പോൾ നമ്മളെന്താണെങ്കിലും ഇവിടുന്ന് പെയ്യ സിറ്റിയിലേക്ക് പോകട്ടോ. സിറ്റിയിൽ പോയിട്ട് സിറ്റിയിലെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഫുള്ള് ഉമ്മാരുടെ കളിയാണ്. ഒരു എടുത്തിട്ട് പോകണം വണ്ടി കിടക്കണം. അപ്പോൾ സിറ്റിയിൽ പോകണ വഴി അങ്ങനെ ഗൈസ്. പെട്ടെന്നൊന്നും കുറയുന്ന ലക്ഷണമില്ല കേട്ടോ. 260 വണ്ടി തന്നെ ഉണ്ട്. പക്ഷെ ഒരു 2 മണിക്ക് മുമ്പ് ഇവിടെ എത്തണം. 2 മണിക്ക് മുമ്പ് ഇവിടെ എത്തിയാൽ കലക്കും. ഞാൻ സിറ്റി കിടന്ന് 2 മണി, ഇന്നിപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ 3:30 കുറേ സമയം എൻ്റെ വേസ്റ്റായി. എയർപോർട്ട് കിട്ടുമോ എന്നോ നോക്കിയിരുന്നു. ഞാൻ വേറെ ട്രിപ്പ് എടുക്കാതെ എയർപോർട്ട് നോക്കിയിരുന്നു. പണി വാളിപ്പോയി. ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതാണ്. ഒരു മൂഡില്ലെങ്കിൽ എയർപോർട്ട് സിറ്റി കിടന്നോടാൻ മൂഡില്ലെങ്കിൽ എയർപോർട്ട് തന്നെ പടയ്ക്കും. ബ്രിഗേഡിൻ്റെ അവിടെ വന്നിട്ട് ഇത് ഇവിടുത്തെ മെയിൻ ഒരു പോയിൻ്റാണ് കേട്ടോ. ജംഗ്ഷൻ ബ്രിഗേഡിൻ്റെ അവിടെ വന്നിട്ട് നേരെ താഴോട്ട് പിടിച്ചു കഴിഞ്ഞാൽ നേരെ എയർപോർട്ട് സിറ്റി. അവിടെ പോയി കിടന്ന് കുറച്ച് നേരം ഉറങ്ങാം. അപ്പോഴത്തേക്ക് വണ്ടി കുറയുമായിരിക്കും. ഞാൻ ഇടയ്ക്ക് വെച്ച് മറ്റേ ഫുഡ് കഴിച്ചായിരുന്നു. ഞാൻ നമ്മുടെ ഇടിയപ്പവും ബീഫ് ഫ്രൈയും കഴിച്ച്. അത് കളറായില്ലേ. ഇന്നലെ ലീവായിരുന്നു. പറപ്പിച്ച് വിടുക. അപ്പം അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്. വണ്ടി കുറയുന്നതിനോടെ വരെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വണ്ടി കഴുകാം. ഇവിടെ രാവിലെ വെളുപ്പാങ്കാലത്ത് 4 മണിയാകുമ്പോഴേ അവന്മാർ വണ്ടി കഴുകുന്നിടം തുറക്കും. നമ്മുടെ എയർപോർട്ടിൻ്റെ അവിടെ ആണെങ്കിൽ വണ്ടി കഴുകുന്ന സ്ഥലമുണ്ട് 150 രൂപയ്ക്ക്. നമ്മുടെ അവിടെ അവർ 4 മണി 4:30 ആകുമ്പോഴേ വണ്ടി കഴുകുന്ന സെറ്റപ്പ് ഇടും. അപ്പം വണ്ടി നമുക്ക് നൈസായിട്ട് കഴുകി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ 20 മിനിറ്റിൽ കഴുകി നല്ല തിളക്കമാക്കി തരും കേട്ടോ. വണ്ടി കുട്ടപ്പനാക്കി തരും. 150 രൂപ. സാധാരണ ഒരു ബക്കറ്റ് വെച്ച് വെള്ളം വെച്ചിട്ട് വലിയ സെറ്റപ്പൊന്നും ഇല്ല. എന്നാലും വണ്ടി വൃത്തിയാകും, അത് അത്രേ ഉള്ളൂ. നമുക്ക് വണ്ടി വൃത്തിയാകലാണല്ലോ അത്യാവശ്യം. ഒരു 2 പ്രാവശ്യം നമ്മൾ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ 1 പ്രാവശ്യം നമ്മൾ നല്ല സർവീസ് സെൻ്ററിൽ കൊടുത്ത് ചെയ്യുക. അങ്ങനെയാണ് എൻ്റെ പതിവ്. 2 പ്രാവശ്യം അവിടെ കൊടുക്കും. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നല്ല സർവീസ് സെൻ്റർ ഉണ്ട്. അവിടെ 350 രൂപ. അവർ അകത്തൊക്കെ പോളിഷൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് തരും. ഇവർ പോളിഷും ചെയ്യില്ല. അപ്പുറത്തുനിന്ന് നമ്മൾ 5 രൂപയുടെ 2 കംഫർട്ട് മേടിക്കുക, കൊടുക്കുക. പിന്നെ 150 രൂപ മാർക്ക് കൊടുക്കുക. വണ്ടിയിൽ ഫുള്ള് കംഫർട്ട് ഇട്ട് തിളക്കമാക്കി ഫുള്ള് അകത്ത് കയറുമ്പോഴത്തേക്ക് ഒരു ഫ്രഷ് മണമൊക്കെ ആയിരിക്കും. അപ്പം ഇതാട്ടോ അവസ്ഥ. നമ്മുടെ P7ലേക്കുള്ള വഴിയാണ് അതാട്ടോ. നേരത്തെ നമ്മൾ ബ്ലൂ സ്മാർട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ പാസഞ്ചറെ ഇറക്കിയിട്ട് P7 അതിൻ്റെ അകത്ത് കയറിയിട്ട് അവിടെ ക്യൂവിൽ കിടക്കലായിരുന്നു പതിവ്. അപ്പോൾ എന്താണെങ്കിലും പോട്ടേസ്. അപ്പോൾ അങ്ങനെ നമ്മളവിടെ വെയിറ്റിങ്ങിൽ നിന്ന് വണ്ടിയും കഴുകി എടുത്തുകൊണ്ട് നമ്മൾ നേരെ നമുക്ക് പിക്കപ്പ് വരുന്നത് T2 എന്നാണ് കേട്ടോ. ഇന്ന് T2ൽ നമ്മൾ എത്തിയിട്ടുണ്ട്. T2ൽ എത്തിയിട്ട് ഇന്നിപ്പം ഇവിടെ പെടുവോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. ഇനിയിപ്പം നമ്മുടെ മുന്നിലൊരു 5-6 വണ്ടിയും കൂടെ ഉള്ളൂ. പക്ഷേങ്കിൽ ഈ സമയത്ത് 5:30-ക്കൊക്കെ നമ്മൾ T1ൽ പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് പെട്ട് അവിടെ. T2ലെ അവസ്ഥ എന്താവുമെന്ന് അറിഞ്ഞൂടാ. T2ൽ ഇപ്പോൾ കുറച്ച് വണ്ടിയേ ഉള്ളൂ, 5-6 വണ്ടി. ചില സമയത്തൊക്കെ പെട്ടെന്ന് പോകും.
ചിലപ്പോൾ ഒരു പെഡൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ നിന്നിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്ക് നേരം വെളുത്ത ഒരു വഴിയായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് എന്താവുമെന്ന് അറിഞ്ഞുകൂടാ. നമ്മളിപ്പോൾ T2 ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ടെർമിനൽ 2 പിക്കപ്പ് പോയിൻ്റാണ്. നമ്മുടെ മുന്നിൽ ഇത് ഇത്ര വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ നിന്നാണ് പിക്കപ്പ് വരുന്നത്. അപ്പോൾ നമ്മുടെ ടെർമിനൽ 2ൻ്റെ മെയിൻ സംഭവം എന്താ അവിടെയായിട്ട് കാണുന്നതാണ് നമ്മൾ വന്നിറങ്ങുന്നത്. ടെർമിനൽ 2 നൈസാണ് ഗൈസ്. ഒരു റിച്ച് ലുക്കാണ്. കിഡിലോസ്കി സ്കാനമാണ്. ഇവിടെ നിന്ന് റോഡൊക്കെ കണ്ടില്ലേ, ഏതാ സെറ്റപ്പാ. ഫുള്ള് തെങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. ഫുള്ള് സെറ്റ് സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തിൽ OTP അടിക്കാനുള്ള സംഗതി വന്നിട്ടുണ്ട്. OTP അടിക്കണം. ഇവിടെ ഇതാ കേട്ടോ, ഇതുണ്ടല്ലേ, ഇത് വലിയ വലിയ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന ഇവിടെ ഊബർ XL. അപ്പോൾ ഇവിടെ ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മളിനിയിപ്പോൾ എന്താണെങ്കിലും വേറെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്നത് വണ്ടിയൊക്കെ ആർക്കറിയാം. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഇവിടെ ഇനിയും പെടുമെന്ന് അറിഞ്ഞൂടെ. അപ്പോൾ ഇവിടുന്ന് ട്രിപ്പ് എടുത്തുകൊണ്ട് പോട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ പാസഞ്ചറെ കൊണ്ടിട്ടിട്ട് വന്നപ്പോഴത്തേക്കും നല്ല കിടിലം പോലത്തെ ഒരു ലേക്ക് ഉണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ നമ്മൾ നൈസായിട്ട് നിർത്തിയത്. അതെ, ഇതാണ് ലേക്ക്. സംഭവം സെറ്റായിട്ടുണ്ട്. നല്ല ഫോഗൊക്കെ ആയിട്ട് സെറ്റായിട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏത് ലേക്കാണെന്ന് കറക്റ്റായിട്ട് പറയുന്നവർക്ക് സമ്മാനം ഉള്ളതായിരിക്കും. ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് എത്ര പേർക്ക് ബാംഗ്ലൂരിനെ പറ്റി നല്ലോണം ഐഡിയ ഉണ്ടെന്ന്. സംഭവം ഫോഗൊക്കെ ആയിട്ട് സെറ്റായിട്ട് കിടപ്പുണ്ട്. വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. ക്ലൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ക്ലൂ. ഇതാണ് കേസ് ക്ലൂ. ഏത് ലേക്കാണെന്ന് കറക്റ്റായിട്ട് പറയൂ. നോക്കട്ടെ. നമ്മുടെ വണ്ടി ഇവിടെ നൈസായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. പാർക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്താണെങ്കിലും നൈസായിട്ടൊന്ന് മുള്ളാൻ മുട്ടി. അപ്പോൾ മുള്ളാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ഇവിടെ ശരിക്കും ഇറങ്ങാൻ പാടില്ലാത്തതാണ്. പിന്നെ നമ്മൾ നൈസായിട്ട് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ കൂടെ ചാടി ഇറങ്ങി. സംഭവം കൊള്ളാം, വൈബ് കൊള്ളാം. അപ്പം ഇതൊക്കെയാണ് കേസ് ഇവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. അപ്പം ഏത് ലേക്കാണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. നോക്കട്ടെ. ഓക്കെ കേസ്, ഇനിയിപ്പം നമുക്ക് തിരിച്ച് കയറി പോവാം. ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ട്രിപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് പോകണം. ഗൈസ്, എയർപോർട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയത് ഒരു 900 രൂപയുടെ ട്രിപ്പായിരുന്നു. പുള്ളി എന്താണെങ്കിലും 1000 രൂപ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും നൈസ് ചില്ലാക്കിയിട്ട് ഇനിയിപ്പോൾ റൂമിൽ പോവാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു 7:30 ആവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഔട്ടർ റിംഗ് റോഡ് ഈ ഒരു സമയത്ത് ബ്ലോക്ക് കാണുമല്ലോ. ഒരു 8 മണി ആയി കഴിഞ്ഞാൽ പിന്നെ ഈ റോഡ് നോക്കണ്ട ഗൈസ്. ഈ റോഡ് തീർന്ന അങ്ങോട്ട് കേട്ടോ. 8 മണിക്ക് നമ്മുടെ ബെല്ലണ്ടൂർ ആ സൈഡ് ഫുൾ IT പാർക്കുകളുടെ ഒരു കമ്പനിയ ശേഖരമാണ്. എംബസി ടെക് വില്ലേജ്, എക്കോ സ്പേസ്, അത് ഇത് മറ്റേ മറിച്ചെന്നും പറഞ്ഞ് ആ ബെല്ലണ്ടൂർ ഫുൾ IT പാർക്ക് കൊണ്ട് നിറഞ്ഞിരിക്കുക. അപ്പോൾ അവിടെ ഈ റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിരിക്കുക രാവിലെ സമയത്ത്. എല്ലാ റോഡും ബാംഗ്ലൂർ രാവിലെ സമയത്ത് ബ്ലോക്കാണ്. എന്നാലും ഇത് കുറച്ച് കൂടുതൽ ബ്ലോക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് യൂ ടേൺ എടുക്കണം. രാവിലെ സമയത്ത് കുറേ യൂ ടേൺ ഇല്ലായിരിക്കും. അതാണ് പ്രശ്നം. അത് കാരണമാണ് നമ്മൾ സ്ഥിരം റൂമിലേക്കുള്ള വഴി നമ്മൾ മാപ്പ് നോക്കിയാണ് പോകുന്നത്. റൂമിലേക്കുള്ള വഴി അറിയാം മാപ്പ് നോക്കാതെയും. എവിടെയെങ്കിലുമൊക്കെ ചിലയിടത്ത് യൂ ടേൺ ക്ലോസ് ചെയ്യും. പിന്നെ അതേപോലെ റെയിൽവേ ട്രാക്ക് ഉള്ളിടത്ത് ഇപ്പോൾ ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ മാപ്പ് വേറെ റോഡാവും കാണിച്ചു തരിക. അപ്പോൾ അത് കാരണം നമുക്ക് വഴി അറിയാവുന്നതാണെങ്കിലും മാപ്പ് ഫോളോ അപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും ഐഡിയ. അത് അത്രേ ഉള്ളൂ. പിന്നെ ചിലയിടത്തായിട്ട് യൂ ടേൺ ഇല്ലാത്തിടത്ത് തുറന്ന് കിടപ്പുണ്ടായിരിക്കും. അവിടെ നമ്മൾ അങ്ങ് അടിച്ച് കയറ്റിക്കൊണ്ട് പോകും. അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഗൈസ്, ബൈ ദ വേ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ കാര്യമായിട്ട് പറയാൻ വന്നതാ, മറന്നും പോയല്ലോ പുല്ലടപാട്. ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുറേ ആൾക്കാർ നമുക്കിപ്പം കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് നമുക്ക് ആ വേക്കൻസി എവിടെ ഉള്ളതെന്ന് ചോദിച്ചിട്ട് വിളിക്കലുണ്ട്. അവരെയൊക്കെ കൂടുതലും പേരെ ഞാൻ തേർഡ് പാർട്ടി ഫ്ലീറ്റിലേക്കാണ് കേട്ടോ റെക്കമെൻഡ് ചെയ്യല. കാര്യം ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് വണ്ടി എടുത്തിട്ട് അവർ ചിലപ്പോൾ വീക്കിലി വലിയ റെൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് ഒട്ടും അറിയാത്തവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ നൈസായിട്ട് തേർഡ് പാർട്ടി ഫ്ലീറ്റാണ് റെക്കമെൻഡ് ചെയ്യല, ചെറിയ റെൻറ്റുള്ളടത്ത്. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ ഓട്ടെ, രാവിലെ അത്യാവശ്യം സീൻ ബ്ലോക്ക് കേട്ടോ ഗൈസ്. അപ്പം ഞാൻ ഇനി നിങ്ങൾക്ക് കുറച്ച് ഊബറിൽ റേറ്റ് വരുന്നത് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു രാവിലെ സമയത്ത് എങ്ങനെയാന്ന്. രാവിലെ സമയത്ത് നല്ല കൂടുതലായി സംഭവം. ഞാൻ മുമ്പേ ഒരു ട്രിപ്പ് ഉണ്ട് 550 രൂപ 12 കിലോമീറ്റർ. അത് ലാഭമല്ലേ? പക്ഷേ ഞാൻ ഇങ്ങോട്ട് റൂമിൽ പോകുന്ന കാരണം പിന്നെ എടുത്തില്ല. 12 കിലോമീറ്റർ പോയിട്ട് പിന്നെ നമ്മൾ ഒടുക്കലത്തെ ട്രാഫിക്കിൽ കിടന്ന് തിരിച്ചു വരണം.
പിന്നെ നമുക്ക് വൈകിട്ട് അത് ഭയങ്കര ടയേർഡാവും. രാത്രി ഓടിയിട്ട് പിന്നെ പകലും കൂടെ ഓടിയാൽ പണി വാളും. അപ്പോൾ രാത്രി നമ്മൾ ഒത്തിരി വെയിൽ ഉദിക്കുന്നതിന് മുമ്പ് രാത്രിയിൽ ഓടിയിട്ടുണ്ടെങ്കിൽ റൂമിൽ ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കുക, അല്ലെങ്കിൽ അത് ഹെൽത്തിന് നല്ലതല്ലെന്നാണ് എൻ്റെ ഒരു ഇത്. അത് കാരണം ഞാൻ ആ ട്രിപ്പൊന്നും എടുത്തില്ല. രാവിലെ കുഴപ്പമില്ല, രാവിലെ മാത്രം ഓടുന്നവർക്ക് കുഴപ്പമില്ല. പിന്നെ ബാംഗ്ലൂർ ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ എല്ലാം പൂ കണ്ടില്ലേ, പിങ്ക് പൂ. നമുക്കിത് സീസണിൽ വരുന്ന കേട്ടോ, ഫുള്ള് പിങ്ക് ബ്ലോസം ആയിട്ടുണ്ട് ബാംഗ്ലൂർ. വിഷയം കേട്ടോ ഇത്. കഴിഞ്ഞ വർഷത്തിൻ്റെ അത്രയും ഇല്ലെന്ന് തോന്നുന്നു. അതെനിക്കൊന്നും ആയി വരുന്നേ ഉള്ളൂ, പൂവായി വരുന്നേ ഉള്ളൂ. ഇനി ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അതിലെ പച്ച ഇലയൊക്കെ പോയിട്ട് ഫുള്ള് പിങ്ക് മാത്രമായിട്ട് നിൽക്കും. അപ്പോൾ വിഷയമാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പിങ്ക് പൂ വന്നിട്ടുണ്ട്. പിന്നെ ഊബർ റേറ്റ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ട്രിപ്പും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. ട്രിപ്പ് എടുത്തില്ല എൻ്റെ അക്സെപ്റ്റേഷൻ റേറ്റ് പോകും, അത് വേറൊരു കാര്യം. പക്ഷേ കുഴപ്പമില്ല, പോട്ടെ, അക്സെപ്റ്റേഷൻ റേറ്റ് പോട്ടെ, പവർ വരട്ടെ, അതൊക്കെ അത്രേ ഉള്ളൂ. രാവിലെ നല്ല എമൗണ്ട് കൂടാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ റിസർവ് ചെയ്ത് വിട്ടേക്കും, ചിലരെന്താക്കും ചിലപ്പോൾ ഇന്നലെ രാത്രി തന്നെ റിസർവ് ചെയ്തിട്ടേക്കും, അതിന് എമൗണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് വരുന്ന റിസർവേഷൻ ട്രിപ്പായി 12 കിലോമീറ്റർ 550 രൂപ 570 രൂപ അങ്ങനെയൊക്കെ വരില്ല. അതെടുത്താൽ മതി, അത് നൈസ് പ്ലേ ആണ് അത്. പിന്നെ എയർപോർട്ട് ഇപ്പോൾ ചറവറാന്ന് വരുന്നുണ്ട്. പിന്നെ ബാംഗ്ലൂർ എയർപോർട്ടിലല്ലേ, ഇതിൻ്റെ അകത്ത് യൂബറിൽ എയർപോർട്ട് ട്രിപ്പ് വരുവേ. അതിൻ്റെ അകത്തിൽ കൊടുത്തിരിക്കുന്നത് ഇന്ന ലൊക്കേഷനിൽ നമ്മൾ എയർപോർട്ടിൽ പോകുന്ന ആ ഫ്ലൈറ്റിൻ്റെ പേരായിരിക്കും. ഇൻഡിഗോ, അതുപോലെ അക്സയർ, അതേപോലെ എയർ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ഫ്ലൈറ്റിൻ്റെ പേരായിരിക്കും കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കെമ്പേഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ടെന്നോ അല്ലെങ്കിൽ ടെർമിനൽ 1 എന്നോ 2 എന്നോ കാണിച്ചാൽ പോരെ. ഇതെന്തിനാ ഫ്ലൈറ്റിൻ്റെ പേര് ഇതിൻ്റെ അകത്ത്, ഓരോരോ ഫ്ലൈറ്റിൻ്റെ പേര് ഇതിൻ്റെ അകത്ത് കാണിക്കുക, എന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമുക്ക് എന്താണെങ്കിലും ഏത് ഫ്ലൈറ്റിന് പോകുന്നവരാണെങ്കിലും ഒരേ ടെർമിനൽ 1ൻ്റെ ഡ്രോപ്പിംഗ് പോയിൻ്റല്ലേ വിടാൻ പറ്റുള്ളൂ. അതിൻ്റെ സംഗതി അത്. പിന്നെ ബിസിനസ് ക്ലാസ് ഒക്കെ ആണെങ്കിൽ പിന്നെയും പറയാം, അത് നമുക്ക് VIP ഡ്രോപ്പ് ചെയ്യാമല്ലോ. ബിസിനസ് ക്ലാസ്സിലൂടെ എനിക്ക് തോന്നുന്നു ബിസിനസ് ക്ലാസ്സിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ അതിനകത്ത് ചിലതിൽ ക്യാബ് കൂടെ ഉണ്ടെന്ന്. ചിലർ എസ് ക്ലാസ് ബെൻസിൽ പോകുന്ന കാണാം. ഇവിടെ എസ് ക്ലാസ് ബെൻസ് ഉണ്ട് ടാക്സി ആയിട്ട്. അത് പിന്നെ പക്ഷേ ഇതിലെന്തിനാണ് കാണിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. എല്ലാ അട്സയർ അത് മറ്റേ മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലൈറ്റിൻ്റെ പേര് കൊണ്ടിട്ട് ഇതിൻ്റെ അകത്ത് വരും. ആർക്കറിയാം എന്ത് തേങ്ങയാണെന്ന്. അപ്പോൾ നമ്മളെന്താണെങ്കിലും റൂമിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനിയും പോകുന്ന വഴിക്ക് ബാക്കി എമൗണ്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ. നിങ്ങൾക്ക് രാവിലെ സമയത്ത് ഊബറിലെ എമൗണ്ട് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് വരില്ലെന്ന്. അപ്പോൾ നമ്മൾ ഊബറിൻ്റെ ആപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഭവം ആവശ്യത്തിന് ട്രിപ്പ് വരുന്നില്ല ഗൈസ്. ഇത്ര നേരം ചറവറ ട്രിപ്പ് വന്നുകൊണ്ടിരുന്നു, അപ്പോൾ ഫോൺ എടുത്തപ്പോൾ ട്രിപ്പും വരുന്നില്ല. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ട്രിപ്പ് വരുമ്പോൾ കാണിച്ചു തരാം. അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ട്. ഈ ട്രിപ്പ് ഉണ്ടോ 16 കിലോമീറ്ററിന് 586 രൂപ. സംഭവം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ലേ. നമ്മളെന്താണെങ്കിലും ട്രിപ്പ് എടുക്കുന്നില്ലേ. സംഭവം നമ്മൾ ഇപ്പം റൂമിലേക്ക് തിരിച്ചു പോവാം, അത് കാരണം ട്രിപ്പ് എടുക്കുന്നില്ല. അപ്പോൾ ഗൈസ് അടുത്ത ട്രിപ്പ് വീണ്ടും വന്നിട്ടുണ്ട്. 19 കിലോമീറ്ററിന് 561 രൂപ, ഇവിടുന്ന് മജസ്റ്റിക്കിലേക്ക്. അപ്പോൾ ഞാനിത് നിങ്ങളെ രാവിലെ ട്രിപ്പ് വരുന്നോ അതിൻ്റെ എമൗണ്ട് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇതെടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ ഓണാക്കി വെച്ചാൽ. സംഭവം നമ്മളെന്താണെങ്കിലും എയർപോർട്ടിൽ നിന്ന് ട്രിപ്പ് എടുത്ത് വന്നിട്ട് ഇപ്പോൾ റൂമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അതേ അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ട്. 16 കിലോമീറ്ററിന് 485 രൂപ. സംഭവമില്ലേ, നമ്മളിന്ന് എയർപോർട്ടിൽ പോയിട്ട് രാവിലെ വണ്ടിയും കഴുകി അവിടെ നിന്ന് എടുത്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. അത് കാരണം ലേറ്റായി. സാധാരണ നമ്മൾ 6 മണിക്ക് നേരം വെളുക്കുന്നതിന് മുമ്പ് നൈറ്റ് ഓടിയിട്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് വരുന്നതാണ്. ഇന്ന് ഇപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അയ്യോ വരണ്ട പൊന്നെ കേട്ടോ. ട്രിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ നമുക്ക് ചറവറ ട്രിപ്പ് വന്നുകൊണ്ടേ ഇരിക്കും. ഇപ്പം 3 കിലോമീറ്ററിന് 202 രൂപ. രാവിലെ ഇതാണ് അവസ്ഥ. രാത്രിയിൽ ഇതുപോലെ എമൗണ്ട് കിട്ടിയിരുന്ന അടിപൊളിയായിരുന്നു. രാത്രി അത്യാവശ്യം എമൗണ്ട് ഇവിടുന്ന് എയർപോർട്ടൊക്കെ പോകുമ്പോൾ 500 ആയിരിക്കും കാണിക്കുക. എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ടോളൂടെ കൂട്ടി ഒരു 700 800 ചിലപ്പോൾ 900 അങ്ങനെ. പക്ഷെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ രാത്രി ഒരു 2 മണിക്ക് ഇപ്പുറം എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ 1200 സിറ്റി വരെ കിട്ടും അങ്ങനെ. ഓ ഗൈസ്, ഇത് രാവിലെ ചറവറ ട്രിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽ നോക്കിയോ. ഞാൻ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് കൂടുതൽ നോക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. ഇൻട്രസ്റ്റിംഗ് അല്ലേ. അപ്പോൾ രാവിലെ നല്ല രസമുണ്ട് കേട്ടോ. കുറേ നാളുകൂടെ പകൽ കാണുന്നേ. പകലിപ്പോൾ കാണലില്ല ഗൈസ്. അടുത്ത ട്രിപ്പ് 21 കിലോമീറ്ററിന് 500 സംതിങ്. അത് ഓക്കെയാണോ? ഊബർഗോ നോൺ AC വേണ്ട, ഓട്ടോ ഇല്ല, എടുക്കാനും തോന്നുന്നുണ്ട്. അയ്യോ വഴി മറന്നല്ലോ. പണിവാളി ഗൈസ്. അയ്യോ നമുക്ക് അങ്ങോട്ടായിരുന്നു പോകണ്ടേ. പണിവാളി. അല്ലെ ചറവറ ട്രിപ്പ് വരുന്നുണ്ട് കേട്ടോ. 18 കിലോമീറ്ററിന് 600 രൂപ. അത് സംഭവം സെറ്റല്ലേ. അതെനിക്ക് അറിഞ്ഞൂടാ ഈ ടൈമിൽ എല്ലായിടത്തും ഇങ്ങനെയാണെന്ന് അറിയാം ഗൈസ്. നിങ്ങൾ കൊച്ചിയിലൊക്കെ ഓടുന്ന ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ
അവിടുത്തെ എമൗണ്ട് എങ്ങനെയാണ് വരുന്നതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ചില സമയത്ത് നല്ല എമൗണ്ട് വരും, ചില സമയത്ത് ശോകമായിരിക്കും, അങ്ങനെയാണ് സംഭവം വരല്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ഒരു ആവറേജ് റേറ്റ് ഉണ്ട്. ചിലപ്പോൾ കിലോമീറ്ററിന് 2-3 കിലോമീറ്റർ പോയപ്പോൾ 300 രൂപയൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചില സമയത്ത് തീരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളിപ്പം ഇനി വീട്ടിൽ പോട്ടെ ഗൈസ്. ഓക്കെ, ട്രസ്റ്റിംഗ് ട്രിപ്പ് വന്നിട്ടുണ്ട്. അടുത്തത് 13 കിലോമീറ്റർ 400 എൻ്റെ പൊന്നെ ഗൈസ്. ഗൈസ് ഒടുക്കലത്തെ ബ്ലോക്കാണ് കേട്ടോ. 13 കിലോമീറ്റർ ഈ ഒരു എമൗണ്ട് കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ചറപറ ട്രിപ്പാണ്, ആവശ്യമുള്ള സമയത്ത് ട്രിപ്പും വരില്ല, ഒരു തേങ്ങാൻ വരില്ല. അത് ഒരുത്തനും വേണ്ട. രാവിലെ എനിക്കൊന്ന് വണ്ടി കുറവായതുകൊണ്ടാണ്. രാവിലെ എല്ലാവരും നൈറ്റ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്നുണ്ടാണോ എന്തോ ആരും എടുക്കാത്തേ. ആവശ്യമുള്ള സമയത്ത് ഇത് വരില്ല. രാത്രിയിലൊക്കെ ഇത് വന്നായിരുന്നു ഇപ്പോൾ എടുത്ത് പറപ്പിക്കായിരുന്നു. ആകെ 7 മിനിറ്റ് പിക്കപ്പ് എത്തും. അത് കഴിഞ്ഞ് 13 കിലോമീറ്റർ 400 സംതിങ്ങാണ്. ഇതിപ്പോൾ ഇതാ കേട്ടോ അവസ്ഥ. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്താണ്. ഇത് രാത്രിയിലൊക്കെ ഇതിലെ പറപ്പിക്കുമ്പോൾ അറിയില്ല. അത് അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ട്. അത് 7 കിലോമീറ്റർ 332 രൂപ. കുഴപ്പമില്ല, അത്യാവശ്യം എമൗണ്ട് ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. പ്രയോറിറ്റി ടിപ്പാണ്. രാവിലെ ചറപറ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. രാവിലെ ചറപറ പ്രയോറിറ്റി വരും, രാത്രി വരുമില്ല. ഇതാണ് അവസ്ഥ. പിന്നെ അതാരും എടുക്കുന്നില്ല. നല്ല 7 കിലോമീറ്ററിന് 7 പക്ഷേ എങ്കിൽ അരമണിക്കൂർ എടുക്കും കേട്ടോ 7 കിലോമീറ്റർ കൊണ്ടുവിടാൻ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒടുക്കലത്തെ ട്രാഫിക്കാണ്. ഇതുണ്ടല്ലേ, ഇതിങ്ങനെ കിടക്കണം നമ്മൾ. ഇതാ അവസ്ഥ. ഇത് നമ്മൾ വിചാരിക്കും ഇതിനൊരു എൻഡിങ് ഇല്ല. ലൈക്ക് നമുക്കിപ്പോൾ MG റോഡ് വരെ പോകണമെങ്കിൽ ഇത് ത്രൂ ഔട്ട് ഒരു 80% ഇങ്ങനെ ബ്ലോക്കായിരിക്കും. ബാക്കി 20% മാത്രമാണ് നമ്മൾ നേരെ ഓടിക്കുകയുള്ളൂ. അതാണ് ബാംഗ്ലൂരിൻ്റെ ഒരു രീതി. ഇതുണ്ടല്ലേ, 6 കിലോമീറ്ററിന് അരമണിക്കൂർ. അതാണ് അവസ്ഥ. കുഴപ്പമില്ല, ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ അവസ്ഥ കേട്ടോ. ഇതാണ് ഈ അവസ്ഥ. പുറകിലോട്ടും വണ്ടിയുണ്ടോ? അയ്യോ, ഞാനെന്നാ പോട്ടെ ഗേസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ സൈഡാക്കിയിട്ടുണ്ട്. നമ്മളാകെ 2500 എന്തോ ഓടിയുള്ളൂ ഗേസ്. സാധാരണ 3000 ആയിരുന്നു എൻ്റെ ടാർഗറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റ് ആയത് കാരണം നമുക്ക് ടാർഗറ്റ് തയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്താണെങ്കിലും വണ്ടിയുടെ സൈഡാക്കിയിട്ടുണ്ട് ഗേസ്. അപ്പോൾ ഇനി ഞാൻ എന്താണെങ്കിലും പോയിട്ട് നൈസായിട്ട് അവിടെ നിന്ന് ഉറങ്ങട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.